കുളിക്കുന്ന സ്ഥലത്ത് ഷവർ ഉണ്ടല്ലോ അച്ഛ. എന്താ നമ്മുടെ വീട്ടില് മാത്രം അതൊന്നും ഇല്ലാത്തേ? അവരൊക്കെ വലിയ വലിയ ആളുകളായിരിക്കും റോമ. വലിയവരെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കരുത്. നമ്മൾ നമ്മളെക്കാൾ താഴെയുള്ളവരെ കുറിച്ചാണ് റോമ ചിന്തിക്കേണ്ടത്. കേട്ടോ? കാശിക്കുട്ടനെ നോക്ക് നീ, എത്ര സന്തോഷവാനാണ് അവൻ. അതെ അതെ, അച്ഛ പറയുന്നതാ ശരി. നമ്മളെക്കാൾ താഴെയുള്ളവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാലും എനിക്ക് ഷവറിൽ കുളിക്കണം അച്ഛ. ഇന്നെനിക്ക് ഷവർ വേണം. എൽസക്ക് ഷവറിൽ നിന്ന് കുളിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ അച്ഛ റെഡിയാക്കി തരാം. നീ ഇങ്ങനെ കരയാതെ എൽസ. അച്ഛ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞതല്ലേ, നിങ്ങൾക്കൊരു സൂത്രമുണ്ട് എന്ന്, നമുക്ക് പുറത്തുനിന്ന് കുളിക്കാം എന്ന്. അതെ അതെ അതെ, അച്ഛ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ വീഴാതെ അടങ്ങിയിരിക്കണേ. ദേ നമ്മുടെ കാശുകുട്ടനെ ശ്രദ്ധിക്കണേ റോമ, എൽസ. ദേ അച്ഛ സൂത്രമായിട്ട് ഇപ്പൊ വരാവേ എന്റെ പൊന്ന മക്കളെ. ദേ നമ്മുടെ ഷവറെത്തി. എല്ലാവരും കളിച്ചോളൂ. എങ്ങനെയുണ്ട് റോമ? ദേ നമ്മുടെ തോർത്തുമുണ്ട് വീണല്ലോ. അതൊന്നറിയാതെ ഒന്ന് നോക്ക് റോമ. എന്ത് രസമല്ലേ? ദേവാ, മഴ പെയ്യുന്ന പോലെ. ആ, എന്ത് രസമാണ് കുളിക്കാന്. അച്ഛ അച്ഛ, ബബിൾസ് വേണം. അച്ഛത് ഇപ്പൊ റെഡിയാക്കി തരാവേ, ഇപ്പൊ റെഡിയാക്കി തരാം. ആ ദേവക്കുട്ടി, നമ്മുടെ കാശുകുട്ടന്റെ കണ്ണില് പതിയൊന്നും പോകാതെ ശ്രദ്ധിക്കണേ. അവന് കണ്ണെരിയും, പിന്നെ കരച്ചിലായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കും മക്കളെ. അച്ഛൻ റെഡിയാക്കി തരാം. കണ്ണില് അച്ഛൻ റെഡിയാക്കി തരാം. അവിടെ എനിക്ക് തരാം. അറിയല്ലേ, ഇപ്പൊ റെഡിയാവും. സ്കൂളിൽ പോകാൻ സമയമായി കേട്ടോ പിള്ളേരെ. എല്ലാരും പെട്ടെന്ന് എഴുന്നേറ്റ് ദേവാ കാശി എടുക്ക്. ആ മക്കളെ, മതി മതി. റോമ, എൽസക്കുട്ടി, പെട്ടെന്ന് എഴുന്നേ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. സ്കൂളിൽ പോകാൻ ഒരുപാട് സമയമായി. അവിടെ ചെന്ന അമ്മയോട് അച്ഛക്കായിരിക്കും വഴക്ക് കേൾക്കുന്നേ. അത് പെട്ടെന്ന് റെഡി ആവുന്നത്. അച്ഛ തലയിലൂടെ വെള്ളം ഒഴിച്ചു തരാം, പെട്ടെന്ന് പെട്ടെന്ന്. ഷവറുമായിട്ട് വരുന്നുണ്ട്. അവനവിടെ കിടക്കട്ടെ എൽസ. അപ്പുറത്തേക്ക് വീഴാതെ നോക്കിയാ മതി. നിങ്ങൾ കുളിക്ക്.